നമസ്കാരം. കേരളത്തിന്റെ സാമൂഹിക പരിണാമം പരിശോധിക്കുമ്പോൾ അയിത്തം, ഭ്രഷ്ട്, ജാതീയമായ അടിച്ചമർത്തലുകൾ എന്നിവയുടെ അങ്ങേയറ്റത്തെ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേറ്റവും ഭീകരവും സ്ത്രീവിരുദ്ധവും മാനുഷിക വിരുദ്ധവുമായിരുന്ന രണ്ട് ദുരാചാരങ്ങളായിരുന്നു പുലപ്പേടിയും മണ്ണാപ്പേടിയും. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ കേരളത്തിന്റെ തറവാടുകളിലും ഗ്രാമങ്ങളിലും നിലനിന്നിരുന്ന ഈ ഒരു അവസ്ഥ ജാതി വ്യവസ്ഥയുടെയും പുരുഷാധിപത്യത്തിന്റെയും മാരകമായ വ്യവസ്ഥിതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണ് പുലപ്പേടിയും മണ്ണാപ്പേടിയും? മധ്യകാല കേരളത്തിൽ സവർണ ജാതിക്കാരായ പ്രത്യേകിച്ച് നായർ അല്ലെങ്കിൽ അന്തർജനമായ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. വർഷത്തിന്റെ നിശ്ചിത മാസങ്ങളിൽ, പ്രത്യേകിച്ച് കർക്കിടക മാസമാണെന്ന് പല ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നു, കീഴ്ജാതിക്കാരായ പുലയർക്കും മണ്ണാന്മാർക്കും സവർണ സ്ത്രീകളെ സ്പർശിച്ച് അവരെ ഭ്രഷ്ടാക്കാനുള്ള സാമൂഹികമായ അവകാശം നൽകിയിരുന്നു. പുലപ്പേടി എന്നത് പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾ സവർണ സ്ത്രീയെ സ്പർശിക്കുന്നതിന് വിളിച്ചിരുന്ന പേരാണ്. മണ്ണാർപ്പേടി എന്നത് മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ സ്ത്രീയെ അശുദ്ധയാക്കുന്നതിനെ വിളിച്ചിരുന്ന പേരാണ്. ഈ ആചാരപ്രകാരം രാത്രികാലങ്ങളിൽ തറവാടിന് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ തൊടുകയോ കല്ലോ കമ്പോ കൊണ്ട് എറിഞ്ഞു കൊള്ളിക്കുകയോ ചെയ്താൽ ആ സ്ത്രീ ഭ്രഷ്ടയായി എന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. സ്പർശിച്ച ശേഷം ആ പുരുഷൻ കണ്ടേ കണ്ടേ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതോടെ ആ സ്ത്രീക്ക് തന്റെ ജാതിയും കുടുംബവും നഷ്ടമാവുകയും തന്നെ സ്പർശിച്ച വ്യക്തിയോടൊപ്പം പോകാൻ നിർബന്ധിതയാവുകയും ചെയ്യുന്നു. പുരാതന കേരളത്തിൽ ഇത്തരമൊരു ആചാരം രൂപപ്പെടാൻ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നു. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള നിയന്ത്രണമാകാം ഇതിന് പ്രധാന കാരണം. സ്ത്രീകൾ പുരുഷന്മാരുടെ അനുവാദമില്ലാതെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് തടയാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ഭയത്തിന്റെ മതിലായിരുന്നു ഈ ആചാരങ്ങൾ. ജാതിയുടെ കർക്കശമായ അതിർവരമ്പുകൾ നിലനിർത്താനും അശുദ്ധി എന്ന സങ്കല്പത്തെ ജനമനസ്സുകളിൽ ഉറപ്പിക്കാനും ഇത് സഹായിച്ചു. ഏതെങ്കിലും വിധത്തിൽ ജാതി നിയമങ്ങൾ ലംഘിക്കുന്ന സവർണ കുടുംബങ്ങളെ ശിക്ഷിക്കാനുള്ള ഒരു മാർഗമായും ഇത് ഉപയോഗിക്കാം. സന്ധ്യ കഴിഞ്ഞാൽ നായർ തറവാടുകൾക്ക് ചുറ്റും പുലയർ ഒളിച്ചിരിക്കാറുണ്ടെന്നും സ്പർശിക്കപ്പെട്ടാൽ ആ സ്ത്രീക്ക് പിന്നീട് വീട്ടിൽ പ്രവേശനമില്ലെന്നും പറയപ്പെടുന്നു. സ്പർശിക്കപ്പെട്ടാൽ പിന്നീട് കുടുംബാംഗങ്ങൾ ആ സ്ത്രീയെ കൊലപ്പെടുത്താനോ അടിമയായി വിൽക്കാനോ ഉള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അവർ പുലയർക്കൊപ്പം ഓടിപ്പോകാൻ തയ്യാറാവുന്നത്. ഈ ആചാരത്തിന്റെ ക്രൂരത എത്രത്തോളമായിരുന്നുവെന്നാൽ ഒരു സ്ത്രീ സ്പർശിക്കപ്പെട്ടാൽ അത് കണ്ടു നിൽക്കുന്ന ബന്ധുക്കൾ പോലും അവളെ സംരക്ഷിക്കുന്നതിന് പകരം ആചാരത്തിന്റെ പേരിൽ അവളെ പുറന്തള്ളാനാണ് ശ്രമിച്ചിരുന്നത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ സുപ്രധാനമായൊരു നാഴികക്കല്ലാണ് കൊല്ലവർഷം 871 അല്ലെങ്കിൽ ക്രിസ്തുവർഷം 1696 വേണാട് ഭരണാധികാരിയായിരുന്ന അശ്വതി തിരുനാൾ രവിവർമ്മ പുറപ്പെടുവിച്ച പുലപ്പേടി നിരോധന വിളംബര നിയമം. തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഈ പ്രഖ്യാപനം വഴി പുലപ്പേടിയും മണ്ണാപ്പേടിയും ശിക്ഷാർഹമായ കുറ്റങ്ങളായി മാറി. ഈ നിരോധനത്തെ തുടർന്ന് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നതായി പറയപ്പെടുന്നു. നിരോധനത്തിനെതിരെ പുലയ സമുദായത്തിലെ ചിലർ സംഘടിച്ചതായും ഇതിനെ അടിച്ചമർത്തിയതായും തെക്കൻ പാട്ടുകളിൽ ഉദാഹരണമുണ്ട്. വലിയ കേശിക്കഥ പരാമർശവുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള ലഹളയേക്കാൾ ഉപരിയായി നിലനിന്നിരുന്ന ഒരു സാമൂഹിക അവകാശം നഷ്ടപ്പെട്ടതിനെതിരെയുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമായിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ആധുനിക കേരളം ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. എങ്കിലും ചരിത്രം പഠിക്കുമ്പോൾ ഇത്തരം കറുത്ത അധ്യായങ്ങൾ തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്ത്രീയുടെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും തച്ചുടയ്ക്കുന്നതായിരുന്നു ഈ ആചാരം. ജാതിയുടെ പേരിൽ മനുഷ്യരെ പരസ്പരം അകറ്റി നിർത്തുന്ന ക്രൂരതയുടെ അടയാളമായിരുന്നു ഇത്. നവോത്ഥാന നായകരുടെ പോരാട്ടങ്ങളും ഭരണപരമായ തീരുമാനങ്ങളും എങ്ങനെയാണ് കേരളത്തെ ഒരു ഭ്രാന്താലയത്തിൽ നിന്ന് മനുഷ്യാലയമാക്കി മാറ്റിയതെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് പുലപ്പേടിയുടെ അവസാനം. വെബ് ഡെസ്ക് തത്തുമൈ TV.